തന്ത വൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരൊക്കെ നാളെ വൈബ് തന്തയായിട്ട് നിങ്ങളെ കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അടുത്ത ദിവസം തന്ത വൈബുള്ള ഒരു 19 വയസ്സുകാരൻ ഒരു ബിസിനസ് കൺസൾട്ടേഷനുമായിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പൊ ഇയാൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് ബിസിനസ്സിലുള്ള പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഒന്നുമല്ല. ഇയാളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലൊക്കെ പല കാര്യങ്ങളെയും ഇയാൾ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റിലാണ്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഫോക്കസ് ഇതിനകത്തേക്ക് വരുമ്പോൾ പല മൊമെന്റിലും ഇയാൾ തന്ത വൈബുള്ള ഒരാളാണെന്ന് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇയാൾ എന്നോട് പറഞ്ഞ കഥയുടെ അവസാനം എന്ന് പറയുന്നത് ഒരു സിനിമ പോലെ, അതായത് മറ്റുള്ളവർ ഇപ്പോഴും എൻജോയ് ചെയ്ത് നടക്കുമ്പോൾ ഇദ്ദേഹം മാസം 2 ലക്ഷം രൂപ വരുമാനം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ഇയാളെ തന്ത വൈബ് എന്ന് ആരോപിച്ച ആളുകളൊക്കെ ഇയാളുടെ വൈബിലേക്ക് കണക്ട് ആവുന്നതും ഇയാൾ എന്ത് ചെയ്തു എന്ന് അന്വേഷിച്ച് ഇയാളുടെ പുറകെ പോകുന്നതും നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്ത വൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരൊക്കെ നാളെ വൈബ് തന്തയായിട്ട് നിങ്ങളെ കാണും എന്ന കാര്യത്തിൽ സംശയമില്ല.